ഹായ് ഓൾ. സോ നമ്മൾ ഏൻഷ്യൻ ഇന്ത്യയുടെ റിലീജിയസ് ഫിലോസഫീസ് എന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. പ്രധാനപ്പെട്ട ഏർലി റിലീജിയസ് ഫിലോസഫീസ്, ഏൻഷ്യൻ ഇന്ത്യൻ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഫിലോസഫീസ്. ഒരു 6 ഓർത്തഡോക്സ് സ്കൂൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ചാർവക അജീവിക സ്കൂളുകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ബുദ്ധിസം ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ബുദ്ധിസത്തിൻ്റെ ആദ്യത്തെ ഒരു പാർട്ട് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ ബുദ്ധിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഫിലോസഫി പറഞ്ഞു, ഗൗതമ ബുദ്ധനെ കുറിച്ച് പറഞ്ഞു, ബുദ്ധിസ്റ്റ് കൗൺസിൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇതിൽ രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽസ് മുതൽ രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലുകളിലെല്ലാം തന്നെ പല പ്രാവശ്യം ബുദ്ധമതം സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടു. അതിനകത്തുനിന്ന് ഡിഫറെൻറ്റ് സെക്റ്റുകൾ എമേർജ് ആയി എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ ചില പ്രധാനപ്പെട്ട സെക്റ്റുകൾ, ഈ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽസ് വരെയുള്ള ചില പ്രധാനപ്പെട്ട സെക്റ്റുകളുടെ പേരുകൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞൊരു നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ വന്നപ്പോൾ, നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നിങ്ങൾക്കറിയാം 72 AD നടക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം 72 AD കണ്ടക്ട് ചെയ്താണ്. കുണ്ടലവൻ കശ്മീരിൽ വെച്ച് കണ്ടക്ട് ചെയ്തു. കനിഷ്ക എന്ന് പറഞ്ഞ രാജാവിൻ്റെ കാലഘട്ടത്തിൽ കണ്ടക്ട് ചെയ്തു. ആ ഒരു നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ വന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പല സെക്റ്റുകളും കൂടി ചേർന്നുകൊണ്ട് 2 പ്രധാനപ്പെട്ട സെക്റ്റുകളായിട്ട് മാറുന്നുണ്ട്. വൺ ഇസ് ഹിനായാന ബുദ്ധിസം ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് മഹായാന ബുദ്ധിസം. അങ്ങനെ 2 സെക്റ്റുകളായിട്ട് ബുദ്ധമതം മാറുന്നത് നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലാണ്. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ബുദ്ധിസത്തിനകത്തുള്ള പ്രധാനപ്പെട്ട ഈ 2 സെക്റ്റുകളെ കുറിച്ചാണ്, ഹിനായന മഹായാന ഫെയ്ത്തുകളെ കുറിച്ചാണ്. അതുപോലെ തന്നെ വളരെ ലേറ്റർ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ഏർലി മിഡീവൽ കാലഘട്ടങ്ങളിലെല്ലാം എമേർജായി വന്നിട്ടുള്ള ചില സെക്റ്റുകൾ കൂടിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചൈനയിലേക്ക് പോയി കഴിഞ്ഞാൽ സെൻ ബുദ്ധിസം എന്നൊരു കോൺസെപ്റ്റ് വരും. അതുപോലെ നമ്മുടെ ഈസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗത്ത് വരുമ്പോൾ വജ്രായണ ബുദ്ധിസം എന്നൊരു കോൺസെപ്റ്റ് വരും. അപ്പോൾ ഇത്തരം ഐഡിയോളജീസിലേക്കും ഇത്തരം സെക്റ്റുകളിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രധാനപ്പെട്ട സെക്റ്റുകളിലേക്ക് കടക്കാം. സ്റ്റാർട്ടിങ് വിത്ത് ഹിനായാന ബുദ്ധിസം. ഹിനായാന അഥവാ ദ ലെസർ വീൽ എന്നും ഈ ഒരു സെക്റ്റിനെ അറിയപ്പെടാറുണ്ട്. അല്ലെങ്കിൽ അബാൻഡൻ വെഹിക്കിൾ എന്നോ ഡിഫക്റ്റീവ് വെഹിക്കിൾ എന്നോ പറയും. ഹിന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എൽഡേഴ്സ് എന്നർത്ഥം, മുതിർന്നവർ എന്നർത്ഥം. അപ്പൊ ഹിനായന ഫെയ്ത്ത് എന്ന് വെച്ചാൽ ശരിക്കും മുതിർന്നവർ ഫോളോ ചെയ്യുന്ന ഫിലോസഫി എന്നൊരു ആംഗിളിലാണ് ഹിനായന ഫെയ്ത്ത് പറയുന്നത്. മുതിർന്നവർ എന്ന് പറയുമ്പോൾ വർഷങ്ങളായിട്ട് പണ്ടേ ഉള്ളവരാണല്ലോ. പണ്ടത്തെ ആൾക്കാർ ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ ബുദ്ധൻ ശരിക്കും എന്താണോ പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നത് അത് അതുപോലെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കും. ഇപ്പം ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ എന്നൊക്കെ പറയില്ലേ. ന്യൂ ജനറേഷൻ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. ഓൾഡ് ജനറേഷൻ ആ ഫിലോസഫി അതുപോലെ ഫോളോ ചെയ്യുന്നവരായിരിക്കും. ബുദ്ധൻ പറഞ്ഞത് എന്താണോ അത് അതുപോലെ ഫോളോ ചെയ്യുന്നവർ. ഹിനായന ഫെയ്ത്തും അതുപോലെയാണ്. ദ ബോഡി ഓഫ് എൽഡേഴ്സ് അല്ലെങ്കിൽ ദ ഡോക്ട്രിൻ ഓഫ് എൽഡേഴ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ദേ ബിലീവ്സ് ഇൻ ദി ഒറിജിനൽ ടീച്ചിങ് ഓഫ് ബുദ്ധ, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഡോക്ട്രിൻ ഓഫ് എൽഡേഴ്സ്. ഓക്കെ, ബുദ്ധന്റെ ഒറിജിനൽ ടീച്ചിങ്സിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവർ. ബുദ്ധനെ സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ബുദ്ധൻ ഒരു മനുഷ്യനായിരുന്നു, ഒരു സന്യാസിയായിരുന്നു, ഒരു മങ്ക് എന്ന രീതിയിലാണ് ബുദ്ധനെ കാണുന്നത്. അല്ലാതെ ബുദ്ധനൊരു ദൈവികമായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ ദൈവമാണെന്നോ ആ ഒരു കോൺസെപ്റ്റ് ഹിനായന ബുദ്ധിസത്തിനകത്തില്ല. ബുദ്ധൻ ഇസ് ജസ്റ്റ് എ മാൻ, ഹി വാസ് ജസ്റ്റ് എ ഗുരു, എ മെന്റർ എന്നൊരു ആംഗിളിലാണ് ബുദ്ധനെ കണക്കാക്കുന്നത്. വിത്ത് എക്സ്ട്രാ ഓർഡിനറി നോളജ്, therefore they do not worship him. ബുദ്ധനെ ഇവർ എന്ത് ചെയ്തില്ല, ആരാധിക്കത്തില്ല. ഇവർ ഐഡൽ വർഷിപ്പിലും ബിലീവ് ചെയ്യാത്ത ആൾക്കാരാണ്. ഓക്കെ, ദൈവം എന്നൊരു കോൺസെപ്റ്റിനെ ഇവർ അധികം എന്ത് ചെയ്യുന്നില്ല, എംഫസൈസ് ചെയ്യുന്നില്ല. അപ്പൊ ബുദ്ധനും ദൈവമല്ല എന്നാ പറഞ്ഞത്. ബുദ്ധൻ ജസ്റ്റ് ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് വിഗ്രഹ ആരാധന, ഐഡൽ വർഷിപ്പുകൾ ഈ കാലഘട്ടത്തിൽ കാണാൻ പറ്റത്തില്ല. അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ സാൽവേഷൻ അറ്റൈൻ ചെയ്യണം. എങ്ങനെ? ത്രൂ സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് മെഡിറ്റേഷൻ. നമ്മൾ മോക്ഷം കിട്ടുക എന്നൊക്കെ പറയത്തില്ലേ. പണ്ടത്തെ കോൺസെപ്റ്റിൽ മോക്ഷം കിട്ടുന്ന എങ്ങനെ, ദൈവത്തെ പ്രാർത്ഥിച്ചാൽ മോക്ഷം കിട്ടുന്നൊക്കെയാണ് ഓർത്തഡോക്സ് ഫിലോസഫീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ പറഞ്ഞെന്താ, നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സാൽവേഷൻ കിട്ടും. എങ്ങനെ? സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് മെഡിറ്റേഷൻ ഫോളോ ചെയ്യുന്ന വഴി യു വിൽ ബി അറ്റൈനിങ് ദിസ് ഇൻഡിവിജ്വൽ സാൽവേഷൻ. ആൻഡ് ദേ സ്ട്രെസ്സസ് ഓൺ റൈറ്റസ് ആക്ഷൻ ആൻഡ് ദ ലോ ഓഫ് കർമ്മ. കർമ്മത്തിൽ ബിലീവ് ചെയ്യുന്ന ഒരു സെക്ട് കൂടിയാണ് ഹിനായന. നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്കനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ദ റൈറ്റിയസ് ആക്ഷൻ, ശരിക്കുള്ള യഥാർത്ഥ അല്ലെങ്കിൽ ദ കറക്റ്റ് ആക്ഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഡിറ്റർമൈൻസ് യുവർ സാൽവേഷൻ. അത് ലോ ഓഫ് കർമ്മ, കർമ്മത്തിൽ ബിലീവ് ചെയ്യുന്ന ഒരു ബുദ്ധിസ്റ്റ് സെക്റ്റാണ്. ബുദ്ധിസം തന്നെ കർമ്മത്തിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ കുറച്ചുകൂടി ഈ ഊന്നൽ കൊടുക്കുന്ന ഒരു സെക്റ്റായിട്ട് വേണമെങ്കിൽ ഹിനായന ഫെയ്ത്തിനെ നമുക്ക് പറയാം.
നിങ്ങൾ തേരാവാദ ബുദ്ധിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്നത്തെ കുറച്ചുകൂടി നോർത്തേൺ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ നേപ്പാളിന്റെ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ടിബറ്റൻ ഭാഗത്ത് ചെറിയ കുറച്ച് ഭാഗങ്ങൾ, ടിബറ്റൻ കുറച്ച് ഭാഗങ്ങളിലും നേപ്പാളിന്റെ കുറച്ച് ഭാഗങ്ങളിലും ഒക്കെ ഇന്നും ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ശ്രീലങ്കയുടെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇന്നും ഫോളോ ചെയ്യുന്ന എ കൈൻഡ് ഓഫ് ബുദ്ധിസം ഉണ്ട്. നിങ്ങൾ തേരാവാദ ബുദ്ധിസം എന്നാണ് കേൾക്കാൻ സാധ്യതയുള്ളത്. തേരാവാദ ബുദ്ധിസത്തെ സ്ഥവിർവാദിൻ സെക്ട് എന്നും പറയും. നമ്മൾ രണ്ടാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ബുദ്ധമതം രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയെന്ന് പറഞ്ഞില്ലേ, സ്ഥവിർവാദിൻസ് ആൻഡ് മഹാസംഘികാസ്. അപ്പൊ ആ സ്ഥവിർവാദിൻ സെക്ടിന്റെ ഏറ്റവും എംഫസൈസ് ചെയ്ത് വരുന്ന ഒരു ഫിലോസഫിയാണ് തേരാവാദ ബുദ്ധിസം. ഹിനായന ഫെയ്ത്തിന്റെ അല്ലെങ്കിൽ ആ ഹിനാന ഫെയ്ത്തിൽ ഉള്ളിൽ വരുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ടൈപ്പ് ഓഫ് ബുദ്ധിസമാണ് തേരാവാദ ബുദ്ധിസം. ഇവിടെയും തേര എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എൽഡേഴ്സ് എന്ന അർത്ഥം. അപ്പൊ തേരാവാദ ബുദ്ധിസം ഇസ് ഓൾസോ എ സബ്സെക്ട് ഓഫ് ഹിനായന ബുദ്ധിസം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി ഇവർ കൂടുതലും ഉപയോഗിക്കുന്ന ഭാഷ പാലി ലാംഗ്വേജ് ആണ്. ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ കോമൺ പീപ്പിൾ സംസാരിക്കുന്ന ഭാഷ പ്രാകൃത്, പാലി, ഇത്തരം ഭാഷകളാണ് സാധാരണ ബുദ്ധമതത്തിൽ യൂസ് ചെയ്യാറുള്ളത്. ഇപ്പൊ ഹിനായന ഫെയ്ത്തിലും അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ പാലിയാണ്. ഇറ്റ് ഇസ് എ ലാംഗ്വേജ് ഓഫ് മാസസ് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ സാധാരണക്കാരിലേക്ക് കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാൻ ഈ ഫിലോസഫീസും ഡോക്ടറിനൊക്കെ പോപ്പുലറൈസ് ആവാൻ അതൊരു കാരണമായിട്ടും പറയാം, ബിക്കോസ് ഓഫ് ദി യൂസ് ഓഫ് ദിസ് പാലി ലാംഗ്വേജ്. ഓക്കെ, അശോക, എംപറർ അശോക തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലൊക്കെ കണ്ടക്ട് ചെയ്ത വ്യക്തിയാണ്. അശോക കുറച്ചുകൂടി എൽഡർ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആളാണ്. നമുക്ക് വേണമെങ്കിൽ തേരാവാദ ബുദ്ധിസം എന്ന് പറയാം, അല്ലെങ്കിൽ ഹിനായന ഫെയ്ത്തിന്റെ ഒരു ഭാഗമായിട്ടും പറയാം. അന്ന് അശോകൻ വന്ന സമയത്ത് ഹിനായന എന്ന പേരൊന്നും ഇല്ല കേട്ടോ. അത് നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലാണ് ഹിനായന മഹായന എന്നൊരു പേരൊക്കെ സ്വീകരിക്കുന്നത്. പക്ഷേ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽസ് വരെ ഏറ്റവും കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് ഉണ്ടായിരുന്നത് എൽഡേഴ്സിന്റെ ഫിലോസഫിയാണ്. അപ്പൊ അശോകനൊക്കെ മൂന്നാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്ന സമയത്തല്ലേ, ഏകദേശം അറൌണ്ട് 250 BC കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഹി ഓൾസോ പാറ്റർനൈസ് ഹിനായന ഓർ ദ ഡോക്ട്രിൻ ഓഫ് എൽഡേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക, ഹിനായന ബുദ്ധിസം, ദ ഡോക്ട്രിൻ ഓഫ് എൽഡേഴ്സ്. അധികം പോപ്പുലറൈസ് ആവാത്തൊരു ഫിലോസഫിയാണ്. അത് നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കഴിഞ്ഞാൽ പിന്നെ അധികം പോപ്പുലറൈസ് ആവാത്ത ഒരു ബുദ്ധിസ്റ്റ് ഫെയ്ത്ത് ആണ് ഹിനായന. അതുവരെ പോപ്പുലർ ആയിരുന്നു. നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലിന് ശേഷം അത്ര പോപ്പുലർ ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ ലെസർ വീൽ എന്നോ അബാൻഡൻ വെഹിക്കിൾ എന്നോ എന്നൊക്കെ ഇതിനെ അറിയപ്പെടുന്നത്. ഡിഫക്റ്റീവ് വെഹിക്കിൾ എന്നൊക്കെ പറയും. അധികം സ്പ്രെഡ് ആയിട്ടില്ല. ഓക്കെ, ആഫ്റ്റർ ദ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ. ഇനി അടുത്ത ഒരു സെക്റ്റിലേക്ക് പോവാം, ദാറ്റ് ഇസ് മഹായാന ബുദ്ധിസം. ഇതിനെ നമ്മൾ ദ ഗ്രേറ്റർ വീൽ എന്നും പറയും. മറ്റേത് ലെസർ വീൽ എന്നാണ് അറിയപ്പെട്ടത് ഹിനായന. ഇത് ഗ്രേറ്റർ വീൽ. അതായത് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്യപ്പെട്ടത് നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലിന് ശേഷം ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്യപ്പെട്ട ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫിയാണ് മഹായാന ബുദ്ധിസം, അഥവാ ദ ഗ്രേറ്റർ വീൽ എന്ന് പറയും. ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ആയ ബുദ്ധിസം മഹായാന ബുദ്ധിസമാണ്. ഓക്കെ, നോക്കുക, ഇവിടെ ബുദ്ധനെ ദൈവമായിട്ട് കാണാൻ തുടങ്ങി. ദ ഹെവൻലിനെസ് ഓഫ് ബുദ്ധ ഗോഡ് ബിലീവ്ഡ്, അല്ലെ, അവര് ഹെവൻലിനെസിനെ ബിലീവ് ചെയ്യുന്നത്. ബുദ്ധൻ ദൈവമാണ്, ദൈവീകത ഉണ്ട് എന്നുള്ള രീതിയിൽ ബുദ്ധനെ ആരാധിക്കാൻ തുടങ്ങിയവർ. ഇവർ ബുദ്ധനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. എസ്പെഷ്യലി വിഗ്രഹ ആരാധന, ഐഡൽ വർഷിപ്പുകൾ ആരംഭിച്ചു. ഹിനായന ഫെയ്ത്തിലൊന്നും ഇതില്ല, നേരെ ഓപ്പോസിറ്റാണ് മഹായാന ഫെയ്ത്ത്. ഓക്കെ, അതുപോലെ ബോധിസത്വാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മഹായാന ബുദ്ധിസമാണ്. ഈ ബോധിസത്വാസ് എന്ന് പറഞ്ഞാൽ നമ്മളിനി പഠിക്കും അങ്ങോട്ട്. അത് ബുദ്ധനാകാൻ നോക്കി നിൽക്കുന്ന ആൾക്കാരാണ്. ബുദ്ധനാകെ ഏത് നിമിഷം വേണമെങ്കിലും ബുദ്ധനാകാൻ സാധിക്കും. ബുദ്ധ എന്ന് വെച്ചാൽ എന്താ, എൻലൈറ്റൻഡ് വൺ ആണ്, അല്ലെ. ഏത് നിമിഷം വേണമെങ്കിലും എൻലൈറ്റ്മെന്റ് കിട്ടാം. പക്ഷെ ദേ ആർ ഡിലേയിങ് ദെയർ പാത്ത് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ പീപ്പിൾ. സാധാരണക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവരവരുടെ പാത്ത് ഡിലേ ചെയ്യുന്നു എന്നാണ് വിശ്വാസം. അത് ദൈവമായോ ബുദ്ധനായോ എന്ന് വെച്ചാൽ ആയിട്ടില്ല. എന്നാൽ സാധാരണ മനുഷ്യനാണോ, അതുമല്ല. ഇവർക്കിടയിൽ നിൽക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ നിൽക്കുന്ന പേഴ്സണാലിറ്റീസിനെയാണ് നമ്മൾ ബോധിസത്വാസ് വിളിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരായിരിക്കാം ഇവര്. പക്ഷെ ഇവരുടെ നോളജ്, ഇവർ അക്വയർ ചെയ്യുന്ന നോളജ് കാരണം ദേ ആർ നെക്സ്റ്റ് ടു ബുദ്ധ. ബുദ്ധന് തൊട്ടടുത്താണ്, ബുദ്ധനാകാൻ ആയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പൊ ബുദ്ധനായിട്ടില്ല അവർ. ദേ ആർ ഡിലേയിങ് ദെയർ പാത്ത്. അങ്ങനെയുള്ള പേഴ്സണാലിറ്റീസിനെ ബോധിസത്വാസ് എന്ന് പറയും. ഈ കോൺസെപ്റ്റുകൾക്ക് തുടക്കം കുറിക്കുന്നതും മഹായാന ബുദ്ധിസത്തിനകത്താണ്. നിങ്ങൾ ചില ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് ഒക്കെ പോയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി
മഹായാന ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇമേജസ് കാണും, ബുദ്ധന്റെ ഇമേജസ്. കാരണം ഇവർ ഐഡൽ വർഷിപ്പിനെയൊക്കെ ബിലീവ് ചെയ്യുന്നുണ്ടും ബുദ്ധനെ ദൈവമായിട്ട് കാണുന്നുണ്ടും ഒരുപാട് ബുദ്ധന്റെ ഇമേജസ് ഉണ്ടാവും. സ്കൾപ്ചറായിട്ടും പെയിന്റിങ്സ് ആയിട്ടൊക്കെ വരച്ചിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ സൈഡുകളിൽ ചില ആൾക്കാരെയും വരച്ചു വെച്ചിട്ടുണ്ടാവും. ബുദ്ധന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കുറെ ഇമേജസ് കൂടി നമുക്ക് കാണാൻ പറ്റും, ചില ആൾക്കാരുടെ, ചില പേഴ്സണാലിറ്റീസിനെ. അതെല്ലാം ബോധിസത്വാസ് ആണ്. ശരിക്കും പ്രധാനപ്പെട്ട ഒരു 8 ബോധിസത്വാസ് ഉണ്ട്. ആ പേരുകളൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു കോണ്ടാക്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പത്മപാണി, വജ്രപാണി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബോധിസത്വാസ് ഉണ്ട്. അവരുടെ പേരുകളൊക്കെ നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ ഡെപിക്ട് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും മൊണാസ്ട്രികളിൽ. ഇനി ഇവര് മോക്ഷത്തെക്കുറിച്ചും സാൽവേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഹിനായന ഫെയ്ത്തിലാണെങ്കിൽ സാൽവേഷൻ എങ്ങനെ അറ്റൈൻ ചെയ്യുക? ത്രൂ സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് മെഡിറ്റേഷൻ എന്നാ പറഞ്ഞത്. ഇവിടെ സാൽവേഷൻ എങ്ങനെ അറ്റൈൻ ചെയ്യാൻ പറ്റും? ബൈ ഫെയ്ത്ത്. ഫെയ്ത്ത് ഉണ്ടാവണം, അല്ലെ? ഒരു ബിലീഫ് ഉണ്ടാവണം. എന്നാ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നാ പറഞ്ഞത്? മോക്ഷം കിട്ടുന്ന പറഞ്ഞത്. എന്തിലാ ബിലീവ് ചെയ്യേണ്ടത്? യു ഹാവ് ടു ബിലീവ്, യു ഹാവ് ടു ഹാവ് ഫെയ്ത്ത് ഇൻ ബുദ്ധ. ബുദ്ധനിലൊരു ഫെയ്ത്ത് ഉണ്ടാവണം. ആ ഒരു ബുദ്ധ എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് കിട്ടി ഈ ഒരു മഹായാന ബുദ്ധിസം വന്ന സമയത്ത്. കൂടുതലും ചൈന, കൊറിയ, സൗത്ത് ഈസ്റ്റ് ഭാഗങ്ങൾ, ടിബറ്റ്, ജപ്പാനിലൊക്കെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്ത ബുദ്ധിസവും ഈ മഹായാന ബുദ്ധിസമാണ്. ഓക്കെ, ഇവർ ഉപയോഗിച്ച ഭാഷ കൂടുതലും സംസ്കൃതമാണ്. അതിന് കാരണം വേറൊന്നുമല്ല, ഈ 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലാണല്ലോ മഹായാന ഹിനാന ഫെയ്ത്തിന്റെ ഒരു എമർജൻസ് പറയാം. പക്ഷെ ഹിനാന പണ്ടേയുള്ള ഫെയ്ത്ത് ആണ്, ഡോക്ടർ ഓഫ് എൽഡേഴ്സ് എന്നാ പറയാം. പക്ഷെ മഹായാന ഫെയ്ത്ത് എന്ന് വെച്ചാൽ ന്യൂ ജനറേഷന്റെ ഫെയ്ത്ത് ആണ്. അത് ഏകദേശം ഈ 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ കാലഘട്ടങ്ങളിൽ എമേർജ് ആയ ഒരു ഫെയ്ത്ത് ആണ് മഹായാന ബുദ്ധിസം. 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ എപ്പോഴാണ് നടന്നേ? 72 AD എന്ന് വെച്ചാൽ ഏകദേശം പോസ്റ്റ് മൗര്യ പീരീഡ് കാലഘട്ടത്തിലാണ്. മൗര്യൻസിനൊക്കെ ശേഷം വന്ന് പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിലാണ് ഈ മഹായാന ഫെയ്ത്ത് കൂടുതൽ പോപ്പുലറൈസ്ഡ് ആവുന്നത്. അപ്പൊ പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിലെ ഒരു സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ആണ് ദി എമർജൻസ് ഓഫ് ദ റീ എമർജൻസ് ഓഫ് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്ന ലാംഗ്വേജ്. സംസ്കൃതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് പോസ്റ്റ് മൗര്യ കാലഘട്ടം മുതൽ വന്നു തുടങ്ങും. അപ്പൊ ആ കാലഘട്ടത്തിലാണ് മഹായാന ഫെയ്ത്ത് പോപ്പുലർ ആവുന്നത്. സ്വാഭാവികമായിട്ടും ഇവരും ഏത് ഭാഷ തന്നെ യൂസ് ചെയ്യും? സംസ്കൃതം തന്നെ യൂസ് ചെയ്യും. പണ്ട് പാലീസ് ആയിരുന്നു ഹിനായന ഫെയ്ത്ത്, ഇവര് സാൻസ്ക്രിറ്റ് യൂസ് ചെയ്യും. ടിബറ്റൻ ബുദ്ധിസം, ഇന്ന് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ടിബറ്റൻ ബുദ്ധിസം, ടിബറ്റിനകത്ത് ഒരുപാട് ഫെയ്ത്തിൽ പല പല സെക്ടറിൽപ്പെട്ട ആൾക്കാരുണ്ടെങ്കിലും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫെയ്ത്ത് ഓർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ട് ഇൻസൈഡ് ദിസ് ടിബറ്റൻ ബുദ്ധിസം ഇസ് മഹായാന ഫെയ്ത്ത്. ടിബറ്റൻ ബുദ്ധിസം എന്ന് പറയുന്നത് തന്നെ ശരിക്കും മഹായാന ഫെയ്ത്തിൽ നിന്നും എമേർജ് ആയ ബുദ്ധിസമാണ്. നമ്മൾ തേരാവാദ ബുദ്ധിസം പറയില്ല, അതുപോലെ ഒന്നാണ് ടിബറ്റൻ ബുദ്ധിസം. മഹായാന ഫെയ്ത്തിൽ നിന്നും എമേർജ് ആയി വന്ന ബുദ്ധിസമായിട്ട് പറയപ്പെടാം. ഈ ഒരു മഹായാന ഫെയ്ത്തിൽ നിന്നും പിൽക്കാലത്ത് എമേർജ് ആയി വന്ന 2 ഫിലോസഫീസ് ഉണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ മഹായാന ഫെയ്ത്തിൽ നിന്നും ഇന്റർപ്രറ്റ് ചെയ്ത് വന്നിട്ടുള്ള 2 ഫിലോസഫീസ് ഉണ്ട്. വൺ ഇസ് മാധ്യമിക ഫിലോസഫി ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് യോഗാചര്യ ഫിലോസഫി. മാധ്യമിക ഫിലോസഫി ആൻഡ് യോഗാചര്യ ഫിലോസഫി. ഇത് വേറൊന്നുമല്ല. അപ്പൊ നമുക്കറിയാം ഹിനായന ഫെയ്ത്ത് ഉണ്ടെന്നറിയാം, മഹായാന ഫെയ്ത്ത് ഉണ്ടെന്നറിയാം. ഈ മഹായാനയ്ക്കകത്ത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ മാധ്യമിക ഫിലോസഫിയും യോഗാചര്യ ഫിലോസഫിയും വരിക. അപ്പൊ നിങ്ങൾ നോക്കി, ഹിനായന, മാധ്യമിക, യോഗാചര്യ, ഇങ്ങനെയാണ് ഓർഡർ വരിക, അല്ലെ? ഹിനായന എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ദ ബോഡി ഓഫ് എൽഡേഴ്സ് ആണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡിയോളജി ഉണ്ട്. അതിൽ നിന്നും പതുക്കെ പതുക്കെ മഹായാന ഫെയ്ത്തിലേക്ക് ട്രാൻസിഷൻ വരികയാണ് ത്രൂ ദിസ് മാധ്യമിക ഫിലോസഫി. മാധ്യമിക ഫിലോസഫി വഴി പതുക്കെ നമ്മൾ പക്ക മഹായാനിലേക്ക് എൻട്രി ചെയ്യണം. അപ്പൊ ഹിനായനയ്ക്കും മഹായാനയ്ക്കും ഇടയിലാണ് ഈ മാധ്യമിക ഫിലോസഫി നിൽക്കുന്നത്. മധ്യം എന്താണ് മാധ്യമിക ഫിലോസഫി? ഓക്കെ, ഹിനായന ഫെയ്ത്തിൽ നിന്നും ഇറങ്ങിയിട്ടുമുണ്ട്, എന്നാൽ മഹായാന ഫെയ്ത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുമില്ല. ഓക്കെ, പക്ഷെ കുറച്ചുകൂടി എലിഗൻസ് കൂടുതൽ മഹായാന ഫെയ്ത്തിലോട്ടായിരിക്കും. അതുകൊണ്ടാണ് മഹായാന ഫെയ്ത്തിന്റെ ഭാഗമായിട്ട് മാധ്യമിക നമ്മൾ പറയുന്നത്. പക്ഷേ എന്താ പറയാ, ഒരു ട്രാൻസിഷൻ സ്റ്റേജ് എന്ന് പറയാം. അപ്പൊ മാധ്യമിക ഫിലോസഫി മധ്യമാർഗം നിൽക്കും, എന്നിട്ട് പതുക്കെ 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 കംപ്ലീറ്റ് മഹായാന ഫെയ്ത്തിലേക്ക് മാറും. കംപ്ലീറ്റ് മഹായാന ഫെയ്ത്ത് ആണ് യോഗാചര്യ ഫിലോസഫി. ഓക്കെ, ഹിനായനെന്ന് തിരിക്കുന്നു, പതുക്കെ 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 മഹായാനയിലേക്ക് എൻട്രി ചെയ്യുന്നു. എൻട്രി ചെയ്യുന്ന ഫേസ് ആണ് മാധ്യമിക. ദെൻ എൻട്രി ചെയ്ത് പതുക്കെ 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 കംപ്ലീറ്റ്ലി നമ്മൾ മഹായാന ഫെയ്ത്തിലേക്ക് മാറും.
കംപ്ലീറ്റ് മഹായാന ഫെയ്ത്ത് ഇസ് നോൺ ആസ് യോഗാചര്യ. ഇത് രണ്ടും മഹായാന ബുദ്ധിസ്റ്റിന്റെ 2 ഫിലോസഫീസ് ആണ്, മാധ്യമിക ആൻഡ് യോഗാചര്യ. മാധ്യമിക ഫിലോസഫി പ്രപ്പോണ്ട് ചെയ്തിട്ടുള്ള ഒരു സ്കോളറാണ്, ഒരു പ്രധാനപ്പെട്ട സ്കോളറാണ് നാഗാർജുന. പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിൽ, എസ്പെഷ്യലി കനിഷ്കയുടെ ഒക്കെ കാലഘട്ടത്തിൽ പുള്ളിയുടെ കോർട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഫേമസ് ബുദ്ധിസ്റ്റ് സ്കോളറാണ് ഈ നാഗാർജുന എന്ന് പറയുന്നത്. നിങ്ങൾ നാഗാർജുന സാഗർ ഡാം ഒക്കെ കേട്ടിട്ടുണ്ടാവും, നാഗാർജുന കൊണ്ട എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടാവും ആന്ധ്ര റീജിയനിൽ. അപ്പൊ അവിടെയുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നിട്ടുള്ള സൗത്ത് ഇന്ത്യ ഡെക്കാൻ ഭാഗങ്ങളിൽ വന്നിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് സ്കോളറാണ് നാഗാർജുന. ഓക്കെ, ഹി പ്രപ്പോണ്ടഡ് ദിസ് ഫിലോസഫി. It is actually a midway between Hinayana and Yogacharya, emphasize on ശൂന്യത. ഈ ഒരു കോൺസെപ്റ്റിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ശൂന്യത, എംപ്റ്റിനെസ്. ബുദ്ധൻ ഒഴിച്ച് ബാക്കിയെല്ലാം എംപ്റ്റി ആണ്, ബാക്കിയെല്ലാം ശൂന്യമാണ് എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ബുദ്ധൻ ഇസ് ദി ഓൺലി അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞു വരുന്നൊരു ഫിലോസഫിയാണ്. ആ ഫിലോസഫിയിലേക്ക് നിങ്ങൾ പോകണ്ട, പഠിക്കാൻ നിൽക്കണ്ട. ദെൻ യോഗാചര്യ ഫിലോസഫി ഫൗണ്ടഡ് ബൈ മൈത്രേയനാഥ. ഓക്കെ, മൈത്രേയ അല്ലെങ്കിൽ മൈത്രേയനാഥ എന്നും പറയും, മൈത്രേയ ഓർ മൈത്രേയനാഥ. ഹി ഫൗണ്ടഡ് ദിസ് യോഗാചര്യ ഫിലോസഫി. ഇവർ കംപ്ലീറ്റ്ലി ഹിനായന ഫെയ്ത്തിനെ റിജക്ട് ചെയ്ത് കംപ്ലീറ്റ്ലി മഹായാന ഫെയ്ത്തിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണ് യോഗാചര്യ ഫിലോസഫി. ഓക്കെ, നോട്ട് ചെയ്തേക്കുക. ദേ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു മെഡിറ്റേഷൻ. പിന്നെ മെഡിറ്റേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫിലോസഫിയാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വച്ചേക്കാം. നമ്മൾ കനിഷ്ക ഉണ്ടല്ലോ, കനിഷ്ക മഹായാന ഫെയ്ത്തിൽ ബിലീവ് ചെയ്ത ആളാണ്. അശോകൻ ഹിനായന ആണെങ്കിൽ കനിഷ്ക ബിലീവ്ഡ് ഇൻ മഹായാന ഫെയ്ത്ത്. അതുകൂടി ഒന്ന് മനസ്സിലാക്കി വച്ചേക്കാം. ഇനി സെൻ ബുദ്ധിസം. സെൻ ബുദ്ധിസം ചൈനയിൽ എമേർജായി വന്നിട്ടുള്ള എ കൈൻഡ് ഓഫ് ഓർ എ ടൈപ്പ് ഓഫ് മഹായാന ബുദ്ധിസമാണ്. ചൈന ഭാഗത്ത് എമേർജ് ആയിട്ടുള്ള എ കൈൻഡ് ഓഫ് മഹായാന ബുദ്ധിസമാണ് സെൻ ബുദ്ധിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പണ്ടത്തെ ചൈനയിൽ ഉണ്ടായിരുന്ന ടാങ് എന്ന് പറഞ്ഞൊരു ഡൈനാസ്റ്റി ഉണ്ട്. ഏകദേശം ഏർലി മിഡീവൽ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റിയാണ്. ആ ഡൈനാസ്റ്റി പോപ്പുലറൈസ് ചെയ്ത് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എമേർജായി വന്നിട്ടുള്ളൊരു ഫിലോസഫിയാണ് സെൻ ബുദ്ധിസം. ഇത് പിന്നീട് ചൈനയിലെ ചാങ് സ്കൂൾ 12ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇതിനെ ഒരു പോപ്പുലർ ഫെയ്ത്ത് ആക്കി മാറ്റിക്കൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും അല്ലെ, ഇതാണ് സെൻ ബുദ്ധിസം. ചൈനയിലെ കൺഫ്യൂഷ്യസം, താവോയിസം പോലത്തുള്ള ഫിലോസഫീസ് ഇല്ലേ, അതിനെ ബുദ്ധിസവുമായിട്ട് കൂട്ടിക്കലർത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു ഫിലോസഫി ആയിട്ട് വേണമെങ്കിൽ പറയാം. താവോയിസം, കൺഫ്യൂഷ്യസം ഇതൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മുടെ ബുദ്ധിസവുമായിട്ട് കൂട്ടിച്ചേർത്തിട്ട് വന്നിട്ടുള്ള ഒരു ഫിലോസഫിയാണ് ഈ സെൻ ബുദ്ധിസം എന്ന് പറയുന്നത്. ദേ ഓൾസോ ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു മെഡിറ്റേഷൻ, അതുപോലെ തന്നെ എൻലൈറ്റൻമെന്റ്. മെഡിറ്റേഷൻ വഴി എൻലൈറ്റൻമെന്റ് കിട്ടുന്നതാണ് ഇവരുടെയും ഒരു ബിലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ കൂടുതൽ മെഡിറ്റേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബുദ്ധിസമാണ്. ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക, അത്രയും മതി. ഇനി ഇപ്പൊ ഹിനായന മഹായന പറഞ്ഞു, ഹിനായനക്കകത്തുള്ള തേരാവാദ പറഞ്ഞു, മഹായനക്കകത്തുള്ള സെൻ ബുദ്ധിസവും പറഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ ഒരു സെക്റ്റിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞു ഒരു ഏർലി മീഡിയവൽ കാലഘട്ടത്തിൽ എമേർജായി വന്നൊരു ഫിലോസഫി ഉണ്ട്, വിച്ച് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദാറ്റ് ഓഫ് ഹിനായന ആൻഡ് മഹായന. ദാറ്റ് ഈസ് വജ്രായണ ഫിലോസഫി. ഓക്കെ, ഇതിനെ വജ്രായണ അല്ലെങ്കിൽ ദ വെഹിക്കിൾ ഓഫ് തണ്ടർ ബോൾട്ട് എന്ന് പറയും. വജ്രം, അതാണ് വജ്രം എന്ന് വെച്ചാൽ തണ്ടർ ബോൾട്ട്. ഇത് കൂടുതലും ഈ ബ്ലാക്ക് മാജിക്കൽ എലമെന്റുകൾക്ക്, മാജിക്കൽ പവർ, അതിനെക്കുറിച്ച് എംഫസൈസ് ചെയ്യുന്നൊരു ഫിലോസഫിയാണ്. നമ്മൾ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ എന്നൊക്കെ പറയില്ലേ, താന്ത്രിക് ബുദ്ധിസമാണിത്. നമ്മൾ കൂടുതലും മന്ത്രങ്ങൾ തന്ത്രങ്ങളൊക്കെ എവിടെയാണ് കാണുന്നത്? കൂടുതലും ഹിന്ദു മതത്തിനകത്തും ബ്രാഹ്മണിക്കൽ റിലീജിയൻസിലൊക്കെയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ബുദ്ധമതത്തിനകത്ത് ചില തന്ത്രങ്ങളും മന്ത്രങ്ങളും താന്ത്രിക് എലമെന്റുകൾ കയറി വരും. അങ്ങനെ കയറി വന്ന് ഡെവലപ്പായ ഒരു ഫിലോസഫിയാണ് താന്ത്രിക് ബുദ്ധിസം അഥവാ വജ്രായണ ബുദ്ധിസം. ബുദ്ധമതത്തിനകത്ത് പറയുന്നുണ്ട് റിച്വൽസ് പാടില്ല, അനാവശ്യമായിട്ടുള്ള സാക്രിഫൈസസ് പാടില്ല, അല്ലെ, ഐഡൽ വർഷിപ്പ് പാടില്ല എന്നൊക്കെയാണ് ബുദ്ധൻ പറഞ്ഞത്. അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടാണ് മഹായാന ബുദ്ധിസം വരുന്നത്. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നിട്ട് വന്നതാണ് വജ്രായണ ബുദ്ധിസം. ഇവര് ഹോമങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. ടിപ്പിക്കൽ എക്സാമ്പിൾ പറയാം, നിങ്ങൾ യോധ എന്ന് പറയുന്നൊരു മൂവി കണ്ടിട്ടുണ്ടാവും, യോധ, മോഹൻലാലിന്റെ അല്ലെ. അപ്പൊ ആ യോധ മൂവിക്കകത്ത് ഒരു നെഗറ്റീവ് എലമെന്റ് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിമി ആയിട്ട് നിൽക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്.
നമ്മുടെ ലാമയുടെയൊക്കെ ഒരു ശത്രുവായിട്ട് കാണുന്ന കുറച്ച് കൂട്ടരുണ്ടല്ലേ, അവർ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഹോമങ്ങളും മന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് ചില റിച്വൽസ് ഒക്കെ നടത്തി ചെയ്യുന്നത്. ഈ താന്ത്രിക് ബുദ്ധിസം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ഫിലോസഫിയാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ മൂവിക്കകത്ത് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവും. അതാണ് താന്ത്രിക് ബുദ്ധിസം എന്ന് പറയുന്നത്. കൂടുതൽ റിച്വൽസിന് ഫോക്കസ് കൊടുത്തുകൊണ്ട് വരുന്ന ഫിലോസഫിയാണ്. മന്ത്രങ്ങളും തന്ത്രങ്ങളും ഹോമങ്ങളും ഒക്കെ പറഞ്ഞിട്ട് വരുന്നൊരു ഫിലോസഫിയാണ് വജ്രായണ ഫിലോസഫി. നെഗറ്റീവ് ഫിലോസഫി അല്ല ഇത്. ഇതിന് പോസിറ്റീവ് എലമെന്റുകൾ ഒരുപാടുണ്ട്. പിന്നെ വേണമെങ്കിൽ നെഗറ്റീവ് ആംഗിളിലും യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പം ഹിന്ദു മതത്തിനകത്ത് പറഞ്ഞില്ലേ ഗൂഢോത്രം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കോണ്ടെക്സ്റ്റുകളിൽ നെഗറ്റീവ് ഷെയ്ഡ് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഒരു പോസിറ്റീവ് ഫിലോസഫിയാണ് വജ്രായണ ഫിലോസഫി. ദേ അക്വയർ സാൽവേഷൻ ത്രൂ മാജിക്കൽ പവേഴ്സ്. ഇവരെങ്ങനെയാ മോക്ഷം കിട്ടുക, അല്ലെങ്കിൽ ഇവർ സാൽവേഷൻ അറ്റൈൻ ചെയ്യുന്നത് മാജിക്കൽ പവേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് ദേ ഗ്രൗണ്ടഡ് ഓൺ ഹിസ്റ്റോറിക് എലമെന്റ്സ് ആൻഡ് വെരി കോംപ്ലക്സ് സെറ്റ് ഓഫ് റിച്വൽസ്. ദേ ഫോളോ വെരി കോംപ്ലക്സ് സെറ്റ് ഓഫ് റിച്വൽസ്. അനാവശ്യമായിട്ടുള്ള മീനിങ്ലെസ് റിച്വൽസും കോംപ്ലക്സ് ആയിട്ടുള്ള റിച്വൽസും ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ കോൺസെപ്റ്റിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട എലമെന്റ് ആണ് താരാസ് എന്ന് പറയുന്ന ഒരു എലമെന്റ്. നിങ്ങൾ ഇന്ന് ഈസ്റ്റേൺ ഇന്ത്യയുടെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ബംഗാൾ, ബീഹാർ ഭാഗങ്ങളിലൊക്കെ ബുദ്ധമതം ഫോളോ ചെയ്യുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടുത്തെ ഒട്ടുമിക്ക മൊണാസ്ട്രികളിലും കാണാൻ കഴിയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് താരാസ് എന്ന് പറയുന്നത്. നമ്മൾ ബോധിസത്വാസ് പറഞ്ഞില്ലേ, ഈ ബോധിസത്വാസിന്റെ വൈഫ്സ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഫീമെയിൽ വേർഷൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് താരാസ്. സ്ത്രീകളുടെ ഫെമിനൈൻ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, ഫെമിനൈൻ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റീസിനാണ് താരാസ് എന്ന് പറഞ്ഞത്. ഇവര് ഈ ലോകത്തെ സേവ് ചെയ്യാൻ വന്ന സേവിയേഴ്സ് എന്ന രീതിയിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഓക്കെ, താരാസ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചൈനയിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ മ്യാൻമാർ ഭാഗത്ത് പോയാലും നമ്മുടെ ടിബറ്റൻ ഭാഗത്ത് പോയാലും ഭൂട്ടാനിൽ പോയാലും അവിടെ എല്ലാം താരാസിന്റെ സ്കൾപ്ചേഴ്സ് കാണാൻ പറ്റും. സ്ത്രീകളുടെ രൂപത്തിൽ ചില ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സ് ഉണ്ടാവും. അതാണ് ഈ താരാസ് എന്ന് പറയുന്നത്. ലൈക്ക് ദീസ് ബോധിസത്വാസ്. ബോധിസത്വാസിന്റെയും ബുദ്ധാസിന്റെയും ഒക്കെ വൈഫുകളായിട്ട് അല്ലെങ്കിൽ ഭാര്യമാരായിട്ട് കാണപ്പെടുന്ന ഒരു കാറ്റഗറി ഓഫ് പേഴ്സണാലിറ്റീസ് ആണ് ഈ താരാസ് എന്ന കോൺസെപ്റ്റ്. വജ്രായണ ഫെയ്ത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. പിന്നെ ഇന്ത്യയിൽ ഇത് ഏകദേശം ഒരു ഏർലി മിഡിവൽ പീരീഡ്, അതായത് 10ാം നൂറ്റാണ്ട് 10th സെഞ്ചുറി കാലഘട്ടത്തിലാണ് ഇത് എമേർജ് ആവുന്നത്. കൂടുതലും ഇന്ത്യയുടെ ഈസ്റ്റേൺ ഭാഗത്താണ് ഇത് പോപ്പുലർ ആയിട്ടുള്ളത്. ദിസ് ഇസ് വാട്ട് വജ്രായണ ബുദ്ധിസം ഇസ്. നൗ മൂവിങ് ഓൺ ടു ബോധിസത്വാസ്. ആരെയാണ് ബോധിസത്വ എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. മഹായാന ഫെയ്ത്തിൽ ബുദ്ധനാകാനായിട്ട് നോക്കി നിൽക്കുന്ന ആൾക്കാർ, അല്ലെ ബുദ്ധഹുഡ് അറ്റൈൻ ചെയ്യാൻ നോക്കി നിൽക്കുന്ന ആൾക്കാരെയാണ് ബോധിസത്വാസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ അവർ ബുദ്ധനായിട്ടുണ്ടോ? ഇല്ല. അവരുടെ പാത്ത് ഡിലേ ചെയ്യാണ് ജനങ്ങളെ സേവിക്കാനായിട്ട്, അല്ലെ ജനങ്ങളെ രക്ഷിക്കാനായിട്ട്, പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ദേ ആർ ഡിലേയിങ് ദെയർ പാത്ത്. അങ്ങനെയുള്ള ആൾക്കാരാണ് ബോധിസത്വാസ് എന്ന് പറയുന്നത്. എനി പേഴ്സൺ ഹൂ ഇസ് ഓൺ ദി പാത്ത് ടുവേർഡ്സ് ബുദ്ധഹുഡ്. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ദിസ് ബോധിസത്വാസ് ഇസ്. പ്രധാനപ്പെട്ട 8 ബോധിസത്വാസ് ഉണ്ട്. അവരുടെ പേരുകളും അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, ഓരോ ബോധിസത്വാസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ 8 ബോധിസത്വാസ് ഉണ്ട്. ഓരോ ബോധിസത്വാസിന്റെ ഫങ്ഷൻസ് വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ഒന്ന് പേരുകൾ മാത്രം ശ്രദ്ധിച്ചു വെച്ചാൽ മതി. ഫങ്ഷൻസിലേക്ക് ഒരുപാട് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. UPSCക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഓക്കെ, പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ചില ഈ കേവ് ആർക്കിടെക്ചർ ഒക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചില ഇമേജസ്, നമ്മൾ മ്യൂറൽ പെയിന്റിങ്സും ഫ്രെസ്കോ പെയിന്റിങ്സ് ഒക്കെ ഉണ്ടാവും ഇത്തരം ബോധിസത്വാസിന്. അത്തരം പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. സ്റ്റാർട്ടിങ് വിത്ത് അവലോകിതേശ്വര. വൺ ഓഫ് ദി പ്രോമിനന്റ് ആയിട്ടൊരു ബോധിസത്വനാണ് അവലോകിതേശ്വര. അവലോകിതേശ്വര ഇസ് ഓൾസോ നോൺ ആസ് പത്മപാണി. ഒരു പത്മം കയ്യിൽ വെച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ലോട്ടസ് കയ്യിൽ വെച്ച് നിൽക്കുന്ന ഒരു ബോധിസത്വനാണ് അവലോകിതേശ്വര അഥവാ പത്മപാണി എന്ന്. പത്മം എന്ന് വെച്ചാൽ ലോട്ടസ് അല്ലെ. അപ്പൊ പത്മം കയ്യിൽ വയ്ക്കുന്ന ആള് പത്മപാണി. വൺ ഓഫ് ദി പ്രോമിനന്റ് ആയിട്ടൊരു ബോധിസത്വമാണ്. ആൻഡ് ദിസ് ബോധിസത്വ ഇസ് ദി ഐഡിയൽ ഓഫ് വെൽഫെയർ. ജനങ്ങളെ സേവിക്കുന്ന, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, വെൽഫെയറിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ബോധിസത്വനായിട്ടാണ് പത്മപാണിയെ അറിയപ്പെടുന്നത്. ഇനി ദ സെക്കൻഡ് ബോധിസത്വ ഇസ് മഞ്ജുശ്രീ. മഞ്ജുശ്രീ വിസ്ഡം അഥവാ നോളജ്, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബോധിസത്വനാണ് മഞ്ജുശ്രീ എന്ന് പറഞ്ഞത്. ഈ മഞ്ജുശ്രീയെ കുറിച്ച് പ്രജ്ഞാപരാമിത എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിനകത്ത് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കേണ്ടത് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, വിസ്ഡം ഓർ ദ നോളജ്, ദ അൾട്ടിമേറ്റ് നോളജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബോധിസത്വമാണ് മഞ്ജുശ്രീ. നെക്സ്റ്റ് ഇസ് സാമന്തഭദ്ര.
സാമന്തഭദ്ര ഇസ് അസോസിയേറ്റ് വിത്ത് മെഡിറ്റേഷൻ ആൻഡ് പ്രാക്ടീസ്. ഓക്കെ, മെഡിറ്റേഷനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബോധിസത്വനാണ് സാമന്തഭദ്ര എന്ന് പറയുന്നത്. നൗ ക്ഷിതിഗർഭ, ഗാർഡിയൻ ഓഫ് ചിൽഡ്രൻ, കുട്ടികളെ സേവിക്കുന്ന ആൾ. ഓക്കെ, ഗാർഡിയൻ ഓഫ് ചിൽഡ്രൻ, ക്ഷിതിഗർഭ. നൗ മൈത്രേയ, ഈ മൈത്രയുടെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം ബുദ്ധനാകാൻ പോകുന്ന വ്യക്തി എന്ന രീതിയിലാണ് പറയുന്നത്. ബോധിസത്വാസ് ഒരുപാട് പേരുണ്ട്, ഇതിൽ ഏറ്റവും ആദ്യം ബുദ്ധനാകാൻ പോകുന്ന ആളാണ് ദ ഫ്യൂച്ചർ ഗൗതമ ബുദ്ധ, ദ ഫ്യൂച്ചർ ഓർ ദി സക്സസർ ഓഫ് ബുദ്ധ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ബോധിസത്വനാണ് മൈത്രേയ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ ബുദ്ധ എന്നും അറിയപ്പെടും, അല്ലെങ്കിൽ സക്സസർ ഓഫ് ബുദ്ധ എന്നറിയപ്പെടും. ഓക്കെ, മൈത്രേയ. ഇതൊരു PYQ ആയിരുന്നു കേട്ടോ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഹു അമംഗ് ദ ഫോളോയിങ് ബോധിസത്വാസ് ഇസ് നോൺ ആസ് ദ ഫ്യൂച്ചർ ബുദ്ധ? ഒരിക്കൽ പ്രിലിംസിന് ചോദിച്ചതാണ്. ഓക്കെ, ആൻസർ ഇസ് മൈത്രേയ. നൗ ആറാമത്തെ ബോധിസത്വ ഇസ് വജ്രപാണി. നമ്മൾ നേരത്തെ പത്മപാണി പറഞ്ഞില്ലേ, പത്മപാണിയെ അങ്ങനെ വിളിക്കാൻ കാരണം എന്താ? പത്മം കയ്യിൽ വെച്ചത് കൊണ്ടാണ്. വജ്രപാണി എന്ന് പറയുമ്പോൾ ഒരു വജ്രം കയ്യിൽ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഒരു തണ്ടർ ബോൾട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. വജ്രപാണി ഇസ് വൺ ഓഫ് ദ 3 പ്രൊട്ടക്റ്റീവ് ഡൈറ്റീസ് അറൌണ്ട് ബുദ്ധ. ബുദ്ധന് ചുറ്റുമായിട്ട് 3 പ്രധാനപ്പെട്ട പ്രൊട്ടക്റ്റീവ് ഡൈറ്റീസ് ഉണ്ട്, അതിൽ ഒരാളാണ് വജ്രപാണി. ഒരു വജ്രം കയ്യിൽ വെക്കുന്ന ആളാണ്, അപ്പൊ പ്രൊട്ടക്ഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. ദ തണ്ടർ ബോൾട്ട് കയ്യിൽ വെച്ച ആളെന്ന രീതിയിലാണ് പറയുന്നത്. ദെൻ സർവാണിവർണ. ഓക്കെ, സർവ നിവർണ. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാ ഒബ്സ്റ്റക്കിൾസും, എല്ലാ കാര്യങ്ങളും എലിമിനേറ്റ് ചെയ്യുക, എല്ലാ ഒബ്സ്റ്റക്കിൾസും എലിമിനേറ്റ് ചെയ്യുക. സർവ നിവരണ. ഓക്കെ, എല്ലാ ഒബ്സ്റ്റക്കിൾസും എലിമിനേറ്റ് ചെയ്യുക, അതാണ് ഈ ഒരു ബോധിസത്വത്തിന്റെ ഉദ്ദേശം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ആകാശഗർഭ, ബ്ലെസ്സിങ്സ്. ആകാശത്ത് നിന്നുകൊണ്ട് ബ്ലെസ്സിങ്സ്, അനുഗ്രഹം തരുന്ന ഒരു ബോധിസത്വനായിട്ടാണ് ആകാശഗർഭയെ പറയപ്പെടുന്നത്. ഓക്കെ, ഇവരുടെയൊക്കെ പല പല ഇമേജസ്, ഇങ്ങനത്തെ ഇമേജസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല പല മൊണാസ്ട്രികളിൽ പോയിട്ടുണ്ട്. ഇതൊക്കെ ബോധിസത്വാസിന്റെ ഇമേജസ് ആണ്. ഓക്കെ, ഇത് നോക്കിയ കയ്യിലൊരു ചെറിയൊരു പത്മം കയ്യിൽ വെച്ചതുകൊണ്ട് ഹി ഇസ് ഓൾസോ നോൺ ആസ് പത്മപാണി. നിങ്ങൾ കേവ് ആർക്കിടെക്ചർ പഠിക്കുന്ന സമയത്ത് നിങ്ങളിപ്പോൾ അജന്ത, എല്ലോറ ഗുഹകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എസ്പെഷ്യലി അജന്ത കേവ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കേവിന്റെ ഗേറ്റ് വേ, അല്ലെങ്കിൽ ഫസ്റ്റ് കേവ് നമ്പർ 1 എന്ന് പറഞ്ഞൊരു കേവ് ഉണ്ട്. ആ കേവിലേക്ക് എൻട്രി ചെയ്യുന്നതിന്റെ ഭാഗത്ത് 2 സൈഡിലായിട്ട് 2 ഈ ബോധിസത്വാസിന്റെ ഇമേജസ് ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് പത്മപാണിയുടെയും ഒരു ഭാഗത്ത് വജ്രപാണിയുടെയും. ഓക്കെ, കേവുകളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. കേവ് നമ്പർ 1ന്റെ എൻട്രൻസ് ഗേറ്റ് വേയുടെ 2 സൈഡിലായിട്ട് വജ്രപാണിയുടെയും പത്മപാണിയുടെയും ഇമേജസ്, ഫ്രെസ്കോ അല്ലെങ്കിൽ മ്യൂറൽ പെയിന്റിങ്സ് വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നോട്ട് ചെയ്ത് വച്ചേക്കുക. നെക്സ്റ്റ് ഇസ് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ. ഓക്കെ, ബുദ്ധമതം ബന്ധപ്പെട്ട് ഒരുപാട് ലിറ്റററി വർക്ക്സ് എഴുതപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില ലിറ്റററി വർക്ക്സിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് ത്രിപിതാഗാസ് ഓഫ് ബുദ്ധിസം. ത്രിപിതാഗാസ് എന്ന് പറയപ്പെടും. നമ്മൾ ഓൾറെഡി ബുദ്ധിസ്റ്റ് കൗൺസിൽസ് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിനകത്ത് പ്രധാനപ്പെട്ട 3 പിതാഗാസ് ഉണ്ട്, അല്ലെ 3 ലിറ്റററി സോഴ്സസ് ഉണ്ട്. വൺ ഇസ് വിനയ പിതാക, സുത്ത പിതാക ആൻഡ് അഭിധമ്മ പിതാക. ഇതിൽ വിനയ പിതാകയും സുത്ത പിതാകയും ദ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വെച്ച് എഴുതപ്പെട്ടു. ദ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ വെച്ചാണ് അഭിധമ്മ പിതാക എഴുതപ്പെടുന്നത് അല്ലെ. അങ്ങനെ 3 പിതാഗാസ് കമ്പൈൽ ചെയ്യപ്പെടുന്നത്. ഇതിനെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ത്രിപിതാഗാസ് എന്ന് അറിയപ്പെടുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് വിനയ പിതാക. നമ്മൾ ബുദ്ധമതത്തിനകത്തുള്ള ഫിലോസഫീസ് ഒക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഈ പറയുന്ന എല്ലാ മങ്സും സന്യാസിമാരെല്ലാം 2 ആഴ്ച കൂടുന്ന സമയത്ത് ചെറിയൊരു അസംബ്ലി ഒക്കെ കൂടി ഇവര് വിനയ പിതാക ആ അസംബ്ലിയിൽ വെച്ച് വായിക്കുന്നു. ആ 2 ആഴ്ച കാലഘട്ടം, അല്ലെങ്കിൽ ആ 2 ആഴ്ച കാലഘട്ടം ഇവർ വാൻഡർ ചെയ്ത് ജീവിച്ച സമയത്ത് ഇവർ ഏതെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് കൺഫസ് ചെയ്യും എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ ശരിക്കും ഈ വിനയ പിതാക എന്ന് വെച്ചാൽ റൂൾസ് ആണ്. ഓരോ സന്യാസിമാരും ഫോളോ ചെയ്യേണ്ട കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ റൂൾസ് ആണ് ഈ വിനയ പിതാക എന്ന ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള എന്തെങ്കിലും റൂൾസ് ആരെങ്കിലും ബ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ അസംബ്ലിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? കൺഫസ് ചെയ്യണം. അതാണ് വിനയ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. ആ ഒരു നമ്മളെ മങ്സിന്റെ ബുദ്ധിസ്റ്റ് സംഘ പഠിപ്പിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതാണ് വിനയ പിതാക കൺസിസ്റ്റ് ഓഫ് റൂൾസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റൂൾസ് ഓഫ് കണ്ടക്ട് ആൻഡ് ഡിസിപ്ലിൻ
ആപ്ലിക്കബിൾ ടു ദി മൊണാസ്റ്റിക് ലൈഫ് ഓഫ് മങ്സ് ആൻഡ് നൺസ്. മങ്സിനും നൺസിനും വേണ്ടിയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള റൂൾ ഓഫ് കണ്ടക്ട് ആണ്. സാധാരണക്കാർ ഫോളോ ചെയ്യേണ്ട സംഭവങ്ങളല്ല, സന്യാസിനിമാർ ഫോളോ ചെയ്യേണ്ട നിയമങ്ങളും മറ്റുമെല്ലാം അടങ്ങുന്ന ഒരു ടെക്സ്റ്റാണ് വിനയ പിതാക. സുത്ത പിതാക എന്ന് വെച്ചാൽ സൂക്തം എന്ന് ആലോചിച്ചാൽ മതി. സൂക്തത്തിന്റെ ഒരു പാലി വാക്കാണ് സൂത്ത. അപ്പൊ സൂക്തം എന്ന് വെച്ചാൽ എന്താ, ശ്ലോകങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധമതത്തിന്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ, ബുദ്ധൻ പറയുന്ന ടീച്ചിങ്സ്, അതാണല്ലോ ശരിക്കും പറഞ്ഞാൽ ബുദ്ധമതത്തിനകത്തുള്ള ശ്ലോകങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സൂത്ത പിതാക എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ മെയിൻ ടീച്ചിങ്സ് ഓഫ് ബുദ്ധ, ബുദ്ധന്റെ ധമ്മ അഥവാ ദ മെയിൻ ടീച്ചിങ് ഓഫ് ബുദ്ധ ഫോക്കസ് ചെയ്യുന്ന ടെക്സ്റ്റ് ആണ് സുത്ത പിതാക. ഓക്കെ, ഈ സുത്ത പിതാക 5 വോളിയംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 5 വോളിയംസ് അഥവാ 5 നിഖായാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സൂത്ത പിതാക. പേര് മാത്രം പഠിച്ചാൽ മതി, ഒരുപാട് ഡീപ്പായിട്ട് പോകണം എന്നില്ല. ഒന്ന് ദിഗ നിഖായ, മജ്ജിമ നിഖായ, സംയുക്ത നിഖായ, അങ്കൂട്ടര നിഖായ ആൻഡ് കുടക നിഖായ. ഓക്കെ, പ്രധാനപ്പെട്ട 5 നിഖായാസ്: ദിഗ നിഖായ, മജ്ജിമ നിഖായ, സംയുക്ത നിഖായ, അങ്കൂട്ടര നിഖായ, കുടക നിഖായ. ദീസ് ആർ ദ 5 വോളിയംസ് ഓഫ് സൂത്ത പിതാക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു വോളിയമാണ് ഈ അങ്കൂട്ടര നിഖായ. എല്ലാത്തിലും മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന എല്ലാം ബുദ്ധിസ്റ്റ് ഡോക്ട്രിൻസ് ആയിരിക്കും, കാരണം ബുദ്ധന്റെ ടീച്ചിങ്സ് ആണ് മെയിൻലി സൂത്ത പിതാകയ്ക്കകത്ത് പറയുന്നത്. പക്ഷെ അങ്കൂട്ടര നിഖായയുടെ പ്രത്യേകത ബുദ്ധിസ്റ്റ് ഡോക്ട്രിൻസ് പറയുക മാത്രമല്ല, ദേ ഓൾസോ മെൻഷൻസ് അബൌട്ട് 16 മഹാജനപദാസ്. നമ്മൾ പറഞ്ഞില്ലേ മഹാജനപദാസിനെ കുറിച്ച് പഠിച്ചിരുന്നു നമ്മൾ. അപ്പൊ ഈ മഹാജനപദാസ് ഉണ്ടായിരുന്നു എന്നും മഹാജനപദാസ് ഇത്രയും നമ്പേഴ്സ് ഉണ്ടായിരുന്നു എന്നും ഏതൊക്കെയാണ് രാജ്യങ്ങളെന്നും നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചത്? കൂടുതലും വേദിക് ടെക്സ്റ്റുകളിൽ നിന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ ബുദ്ധമതത്തിനകത്തുള്ള സൂത്ത പിതാകയ്ക്കകത്തുള്ള അങ്കൂട്ടർ നിഖായക്കകത്തും 16 മഹാജനപദാസിനെ കുറിച്ച് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മഹാജനപദാസിനെ വൺ ഓഫ് ദി ഹിസ്റ്റോറിക്കൽ സോഴ്സ് ആയിട്ട് കൂടി അങ്കൂട്ടർ നിഖായ നമുക്ക് കണക്കാക്കാം, അപ്പാർട്ട് ഫ്രം ദ അതർ വേദിക് ടെക്സ്റ്റ് ബുക്സ്. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചാൽ അത് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി ദ തേർഡ് വൺ ഇസ് അഭിധമ്മ പിതാക. അപ്പം വിനയ പിതാക, സൂത്ത പിതാക, ദ തേർഡ് ത്രിപിതാക ഇസ് അഭിധമ്മ പിതാക. നമ്മൾ വേദങ്ങൾക്ക് ഒരു ഫിലോസഫിക്കൽ ടെക്സ്റ്റ് പറയാറില്ലേ, ഉപനിഷത്ത് എന്ന് പറഞ്ഞിട്ട്. വേദങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് വേദാന്തം എന്നറിയപ്പെടുന്ന റീജനാണ്, അല്ലെങ്കിൽ ആ ഒരു പോർഷനാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഇതുപോലെ ബുദ്ധമതത്തിനകത്തുള്ള ഫിലോസഫിക്കൽ കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ടെക്സ്റ്റാണ് അഭിധമ്മ പിതാക. ഓക്കെ, ഇറ്റ് ഇസ് ആക്ച്വലി എ ഫിലോസഫിക്കൽ അനാലിസിസ് ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിന്റെ ഫിലോസഫിക്കൽ അനാലിസിസ് ആണ്. ബുദ്ധന്റെ ടീച്ചിങ്സിനകത്ത് ജസ്റ്റ് ഒന്ന് ഫിലോസഫി കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എഴുതപ്പെട്ട വർക്കാണ് അഭിധമ്മ പിതാക. ഇപ്പൊ വിനയ പിതാക റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സൂത്ത പിതാക ബുദ്ധന്റെ ടീച്ചിങ്സ്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് ഫിലോസഫിക്കൽ ഇന്റർപ്രിട്ടേഷൻ കൊടുത്തുകൊണ്ട് എഴുതപ്പെട്ടതാണ് അഭിധമ്മ പിതാക. ദീസ് ആർ ദി 3 പിതാകാസ് ഓഫ് ബുദ്ധിസം. ഇത് കൂടാതെ വേറെയും ഒരുപാട് വർക്കുകൾ നമുക്ക് ബുദ്ധമതത്തിനകത്ത് കാണാൻ പറ്റും. വൺ ഇസ് കഥാവട്ടു എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. അത് അഭിധമ്മ പിതാകയുടെ ഒരു ട്രീറ്റൈസ് ആണ്. ഈ ഫിലോസഫിക്കൽ വർക്കില്ലേ അഭിധമ്മ പിതാക, അതിന്റെ ഒരു ട്രീറ്റൈസ് ആണ് ഈ പറയുന്ന കഥാവട്ടു എന്ന് പറയുന്നത്. ജാതക സ്റ്റോറീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു പൊയറ്റിക് വർക്കാണ് ജാതക സ്റ്റോറി എന്ന് പറഞ്ഞത്. ബുദ്ധന്റെ പൂർവകാല ജന്മങ്ങളെ കുറിച്ചുള്ള കഥകൾ ഡെപ്പിക്ട് ചെയ്യുന്ന എ കളക്ഷൻ ഓഫ് പോയംസ്, അതാണ് ജാതകാസ്. ബുദ്ധന്റെ പൂർവകാല ജന്മങ്ങളാണ്. ബുദ്ധൻ കുട്ടിക്കാലത്ത് എന്ത് ചെയ്തു എന്നുള്ള ആംഗിൾ അല്ല, ബുദ്ധൻ കഴിഞ്ഞ ജന്മങ്ങളിൽ എന്ത് ചെയ്തു എന്ന രീതിയിൽ ബുദ്ധന്റെ പൂർവകാല ജന്മങ്ങളെ കുറിച്ചുള്ള കഥകൾ ഒരു കളക്ഷൻ ഓഫ് പോയംസിനകത്ത്, ഒരു 500 കളക്ഷൻ ഓഫ് പോയംസിനകത്ത് ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ജാതക സ്റ്റോറീസ് എന്ന് പറയുന്നത്. മൊണാസ്ട്രികളിലും മറ്റുമെല്ലാം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജാതക സ്റ്റോറീസ് ഡെപ്പിക്ട് ചെയ്തിരിക്കുന്ന കാണാൻ പറ്റും. ഓക്കെ, അത് മൊണാസ്ട്രിയിൽ തന്നെ പോകണം നിർബന്ധമില്ല. നിങ്ങൾ വേണമെങ്കിൽ ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഇപ്പോൾ ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ബുദ്ധിസ്റ്റ് സ്കൾപ്ചേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. വൺ ഇസ് അമരാവതി സ്റ്റൈൽ ഓഫ് സ്കൾപ്ചർ എന്നൊക്കെ പറയും. നമ്മുടെ സൗത്ത് ഡെക്കാൻ ഭാഗത്ത് ഫോളോ ചെയ്തതാണ്. ഈ അമരാവതി സ്റ്റൈലിലൊക്കെ ഏറ്റവും കൂടുതൽ ഡെപ്പിക്ട് ചെയ്യപ്പെട്ട സ്കൾപ്ചേഴ്സ് എല്ലാം ഈ കഥകളാണ്, ജാതക സ്റ്റോറീസ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക, ബുദ്ധന്റെ പൂർവ്വകാല, ദ പ്രീവിയസ് ബർത്ത് ഓഫ് ബുദ്ധൻ, ബുദ്ധന്റെ പൂർവ്വകാല ജന്മങ്ങളെ കുറിച്ചുള്ള കഥകളാണ്. പിന്നെ ഒരു ടെക്സ്റ്റ് ഉണ്ട് മിലിൻഡ പൻഹോ. ഇത് നമ്മൾ പോസ്റ്റ്മോരിയ പീരീഡിൽ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. മിലിൻഡ പൻഹോ. മിലിൻഡ എന്ന് പറയുന്ന രാജാവിന്റെ പേരാണ്.
ഒരു ഗ്രീക്ക് രാജാവിൻ്റെ പേരാണ് മിലിൻഡ. ഹീസ് ഓൾസോ നോൺ ബൈ ദ നെയിം മിനാൻഡർ. മിനാൻഡർ എന്നും പറയും, മിലിൻഡ എന്നും പറയും. അപ്പൊ അന്ന് പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വന്ന ഈ മിനാൻഡർ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാഗസേന എന്ന് പറയുന്നൊരു ബുദ്ധിസ്റ്റ് സന്യാസിയുമായിട്ട് ഒരു കോൺവെർസേഷൻ ഡീൽ ചെയ്യുന്നുണ്ട്. നാഗസേനയാണ്, നാഗാർജുന അല്ല. ഇറ്റ് വാസ് നാഗസേന. നാഗാർജുന എന്ന് പറഞ്ഞ വ്യക്തി കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, മാധ്യമിക ഫിലോസഫിയുടെ ഒക്കെ പ്രപ്പോണ്ടർ ആയിട്ടുള്ള അല്ലെ. അതല്ല, ഇത് നാഗസേനയാണ്. നാഗസേന വാസ് ഓൾസോ എ ബുദ്ധിസ്റ്റ് മങ്ക്, ഒരു സന്യാസിയായിരുന്നു. ഇപ്പൊ നാഗസേനയും മിലിൻഡയും തമ്മിൽ ഒരിക്കലും ഒരു കോൺവെർസേഷൻ ഡീൽ ചെയ്യുന്നുണ്ട്, ഒരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ വെച്ച് ഈ മിലിൻഡ ഒരുപാട് ചോദ്യങ്ങൾ നാഗസേനയോട് ചോദിക്കുന്നു. അതിനെല്ലാം കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ നാഗസേന മിലിൻഡയ്ക്ക് നൽകുകയും ചെയ്തു. ഈ കോൺവെർസേഷൻ ഡീൽ ചെയ്യുന്ന വർക്കാണ് മിലിൻഡ പൻഹോ. മിലിൻഡ പൻഹോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദ ക്വസ്റ്റ്യൻസ് ഓഫ് മിലിൻഡ എന്നാണ്. ദ ക്വസ്റ്റ്യൻസ് ഓഫ് മിലിൻഡ. മിലിൻഡ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിനുള്ള ഉത്തരങ്ങളാണ് നാഗസേന നൽകിയത്. And after this conversation, it is said that after this conversation, this Nagasena converted Milinda to Buddhism. Okay, ബുദ്ധമതത്തിലേക്ക് മിലിൻഡയെ ഈ നാഗസേന തന്നെ കൺവേർട്ട് ചെയ്യിപ്പിച്ചു എന്നാ പറഞ്ഞു ഈ ഡിസ്കഷന് ശേഷം. ഓക്കെ, ഈ ടെക്സ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് ഈ മിലിൻഡ പൻഹോ എന്ന ടെക്സ്റ്റിനകത്ത് നിന്ന് കിട്ടും. മിലിൻഡ പൻഹോ. ഇപ്പൊ ജാതക സ്റ്റോറീസ്, മിലിൻഡ പൻഹോ, കഥാവട്ടു, പിന്നെ ത്രീ പിതാകാസ്, ദ മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചേഴ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഇതുപോലെ ബുദ്ധമതവുമായിട്ട് കണക്ട് ചെയ്യുന്ന വേറെ വർക്കുകളുമുണ്ട്. അതിൽ 1-2 വർക്ക്സ് ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങളുടെ നോട്ടിനകത്ത് ഉണ്ടാവും, നിങ്ങൾ വായിച്ചേക്കാം. ഓക്കെ, പ്രധാനപ്പെട്ട മറ്റു ചില വർക്ക്സ് കൂടി ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഒന്ന്, ശ്രീലങ്കൻ ക്രോണിക്കിൾസ് ഉണ്ട്, ചില കഥകളുണ്ട്. നമ്മൾ കഥാസമാഹാരം എന്നൊക്കെ പറയത്തില്ലേ, കഥകൾ അടങ്ങുന്ന ക്രോണിക്കിൾസ്, ശ്രീലങ്കൻ ക്രോണിക്കിൾസ് ഉണ്ട്. ദീപവംശ, മഹാവംശ, കുലവംശ. നമ്മളിപ്പോ മഹാഭാരത രാമായണ കഥകൾ എന്നൊക്കെ പറയില്ലേ, ഇതുപോലെ ശ്രീലങ്കൻ ക്രോണിക്കിൾസ് ആണ് ദീപവംശ, മഹാവംശ, കുലവംശ. അപ്പൊ അതിൽ നിന്നും നമുക്ക് ബുദ്ധമതത്തെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ അവിടെ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ അഭിധമ്മ ഘോഷ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ട്. വസുബന്ധു എന്ന് പറയപ്പെടുന്ന ഒരു സ്കോളർ, ഒരു ബുദ്ധിസ്റ്റ് സ്കോളർ എഴുതിയ വർക്കാണ് അഭിധമ്മ ഘോഷ. This Vasubandhu was also a contemporary of Kanishka. 4ാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്തില്ലേ കനിഷ്ക, കനിഷ്കയുടെ കണ്ടംപററി ആയിരുന്നു വസുബന്ധു. വസുബന്ധു എഴുതിയ ഒരു വർക്കാണ് അഭിധമ്മ ഘോഷ. ആൻഡ് ഇറ്റ് ഈസ് കൺസിഡർ ആസ് ദി എൻസൈക്ലോപീഡിയ ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിന്റെ എൻസൈക്ലോപീഡിയ ആയിട്ടാണ് ഈ അഭിധമ്മ ഘോഷ കണക്കെടുക്കുന്നത്. ഓക്കെ, അഭിധമ്മ ഘോഷ ഈസ് കൺസിഡർ ആസ് ദി എൻസൈക്ലോപീഡിയ ഓഫ് ബുദ്ധിസം. പിന്നെ ബുദ്ധചരിത, ശ്രദ്ധോത്പാദ, ദീസ് ടെക്സ്റ്റ് were written by അശ്വഘോഷ. ഓക്കെ, അശ്വഘോഷ വാസ് ഓൾസോ എ കണ്ടംപററി ഓഫ് കനിഷ്ക. കനിഷ്കയുടെ കോർട്ടിൽ ഉണ്ടായിരുന്ന, വസുബന്ധുവിനെ പോലെ തന്നെ കനിഷ്കയുടെ കോർട്ടിൽ ഉണ്ടായിരുന്ന അനദർ സ്കോളറാണ് അശ്വഘോഷ. ഓക്കെ, ബുദ്ധചരിത, ബുദ്ധന്റെ ബയോഗ്രഫിയാണ് ബുദ്ധചരിത, ദ ബയോഗ്രഫി ഓഫ് ബുദ്ധ. അതുപോലെ ശ്രദ്ധോത്പാദ, ഇത് രണ്ടും എഴുതപ്പെട്ടത് ഈ അശ്വഘോഷ എന്ന് പറയുന്ന വ്യക്തിയാണ്. അശ്വഘോഷയുടെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. പിന്നീട് പല പല വർക്കുകൾ പറയുമ്പോൾ അശ്വഘോഷ ഒരുപാട് വർക്ക്സ് പുള്ളി എഴുതിയിട്ടുണ്ട് പിൽക്കാലങ്ങളിൽ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക പേര്. പിന്നെ വൈപുല്യ സൂത്രാസ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് വർക്ക്സ് ഉണ്ട്. വൈപുല്യ സൂത്രാസ് ബുദ്ധന്റെ പല പല സെർമൺസിനെ കുറിച്ച്, ടീച്ചിങ്സിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ്. ഓക്കെ, സൂത്രപിതാകത്തും ഉള്ളതിനേക്കാളും വലിയ ടെക്സ്റ്റ് ആയിട്ടാണ് പറയുന്നത് വൈപുല്യ സൂത്രാസ്. പിന്നെ ലളിത വിസ്താര, ബുദ്ധന്റെ ലൈഫിനെ കുറിച്ച് പറയുന്ന, ബുദ്ധന്റെ ജീവിതകാല ചരിത്രത്തെ കുറിച്ച് പറയുന്ന ഒരു നറേറ്റീവ് ടെക്സ്റ്റ് ആണ് ലളിത വിസ്താര. അപ്പൊ ഇതൊക്കെ ചില വർക്കുകളാണ്, ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിന്റെ കൂടെ നമ്മൾ പറയുന്ന ചില വർക്കുകളാണ്. ഒന്നും മനസ്സിലാക്കി വെക്കുക. വേറെയും കുറെ ടെക്സ്റ്റുകളുടെ പേരുണ്ട്, ഞാൻ നിങ്ങളുടെ നോട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്, വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കാം. എന്തുകൊണ്ട് ബുദ്ധമതം കൂടുതൽ പോപ്പുലറായി? നമ്മൾ പറഞ്ഞു ഒട്ടുമിക്ക റിലീജിയസ് സെക്റ്റുകളും ആ സമയത്ത് എമേർജ് ആകുന്നുണ്ട്. ജൈനമതം വരുന്നുണ്ട്, അജീവികാസ് വരുന്നുണ്ട്, ചാർവകാസ് വരുന്നുണ്ട്. പക്ഷെ കമ്പയർഡ് ടു ബുദ്ധിസം അതൊന്നും അത്ര പ്രോമിനന്റ് ആയിരുന്നില്ല. കൂടുതൽ പോപ്പുലറൈസ് ചെയ്ത ഫിലോസഫിയാണ് ബുദ്ധമതം. എന്തുകൊണ്ട് ബുദ്ധമതം പോപ്പുലറൈസ് ചെയ്യപ്പെട്ടു? അതിന് 1-2 കാരണങ്ങൾ നമുക്കത് മനസ്സിലാക്കാം. ഒന്ന്, ഇവര് മെറ്റാഫിസിക്കൽ ഡിസ്കഷൻസിലൊന്നും അധികം ഇടപെടാറില്ല. ഇപ്പൊ ദൈവത്തെ കുറിച്ച് ബുദ്ധനോട് ചോദിക്കുന്നുണ്ട്, ദൈവം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ബുദ്ധനൊന്നും പറയില്ല എന്നാ പറയുന്നത്.
ദൈവം ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല, ഇല്ലാന്നും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഡിസ്കഷൻസിലൊന്നും അങ്ങനെ ഇടപെട്ടിട്ടില്ല ഈ ബുദ്ധമതം. അപ്പോൾ മെറ്റാഫിസിക്കൽ, നമുക്ക് കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ അറിയാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു പരിധിക്കപ്പുറം ഇവരെ ഡിസ്കഷൻസിൽ ഇടപെട്ടിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് വൺ ഓഫ് ദ റീസൺ ബിഹൈൻഡ് ദിസ് പോപ്പുലാരിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വർണ്ണ സിസ്റ്റം, ചതുർവർണ്ണ സിസ്റ്റം പഠിപ്പിച്ച ഓർമ്മയുണ്ടല്ലോ, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രാസ്. ഈ ഒരു വർണ്ണ സിസ്റ്റത്തിനെ ഇവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാസ്റ്റ് സിസ്റ്റം ഇവരധികം ബിലീവ് ചെയ്യുന്നില്ല. ഏത് വർണ്ണത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണമെങ്കിലും ബുദ്ധമതത്തിലേക്ക് മാറാം, ബുദ്ധിസ്റ്റ് സെക്റ്റിലേക്ക് ജോയിൻ ചെയ്യാം, ബുദ്ധിസ്റ്റ് സംഘക്കകത്തും ജോയിൻ ചെയ്യാം. അപ്പൊ അവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇവർ ഇമ്പോസ് ചെയ്തിട്ടില്ല. അപ്പൊ അതും കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഫിലോസഫി എത്താൻ കാരണമായിട്ട് പറയാം. പിന്നെ സ്ത്രീകളെ കൂടി സംഘക്കകത്തോട് ജോയിൻ ചെയ്യാം. തുടക്കത്തിൽ വിമൻ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നില്ല. ബുദ്ധന് സ്ത്രീകളെ കൂടി സംഘയിലേക്ക് ജോയിൻ ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ബുദ്ധന്റെ ഡിസൈപ്പിൾസ് അപാലി, അതുപോലെ ആനന്ദ, ഉപാളി തുടങ്ങിയ ആൾക്കാര് കൂടുതൽ പ്രഷറൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തുന്നത്. സ്ത്രീകളും കൂടി ഉൾപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാരിലേക്ക് ആ ഒരു സംഘം എത്താൻ സാധിക്കും. ആൻഡ് ദ യൂസ് ഓഫ് പാലി എന്ന ഭാഷയാണ് അവർ കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്, എസ്പെഷ്യലി ഹിനാന ഫെയ്ത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ. മഹാനിലെ വന്നപ്പോഴാണ് സംസ്കൃതം യൂസ് ചെയ്യാം. പക്ഷെ അതുവരെയും പാലിയായിരുന്നു. കാരണം പാലി കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ്. ദ ലാംഗ്വേജ് ഓഫ് മാസസ് എന്നാണ് പാലി അറിയപ്പെടുന്നത്. അപ്പൊ പാലി ഉപയോഗിക്കപ്പെട്ടതും കൂടുതൽ ഈ ആൾക്കാരിലേക്ക് ഈ ഐഡിയോളജി സ്പ്രെഡ് ആവാൻ കാരണമായിട്ട് പറയാം. ആൻഡ് ഓൾസോ ഒരുപാട് രാജാക്കന്മാർ ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, അശോകനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഇപ്പൊ പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിലാണെങ്കിൽ കനിഷ്ക, പുള്ളി ബുദ്ധമതം പാട്രനൈസ് ചെയ്തു. നമ്മൾ മഹാജനപദ പീരീഡിൽ മഗധൻ എംപയറിൽ നമ്മൾ ഈ പറഞ്ഞ ബിംബിസാരെ കുറിച്ച് പഠിച്ചു, അജാതശത്രുവിനെ കുറിച്ച് പഠിച്ചു, അതുപോലെ കാല അശോകനെ കുറിച്ച് പഠിച്ചു. ഇനി ഗുപ്ത പീരീഡ്, പോസ്റ്റ് ഗുപ്ത പീരീഡിലേക്ക് വരുമ്പോൾ ഹർഷവർദ്ധന എന്ന് പറഞ്ഞൊരു റൂളർ ഉണ്ട്. ഇവരെല്ലാം ഈ ബുദ്ധമതം പോപ്പുലറൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഹർഷവർദ്ധൻ ടൈം പീരീഡൊക്കെ ഇപ്പൊ ബുദ്ധമതം ഓൾമോസ്റ്റ് വീക്കായി തുടങ്ങിയായിരുന്നു. പക്ഷെ പുള്ളി അത് വീണ്ടും റിവൈവ് ചെയ്ത് കൊണ്ടുവന്നു ഫോർ സം പീരീഡ്. അതിൽ ഏർലി മെഡിവൽ പീരീഡിലേക്ക് പോയി കഴിഞ്ഞാൽ പാലാസ് എന്നൊരു കിങ്ഡം ഉണ്ട്, പാലാ രാജ്യം. അവരും ബുദ്ധമതം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു കിങ്ഡമാണ്. അപ്പൊ ഇങ്ങനെ ചില രാജാക്കന്മാരെ ഇതിന് കൂടുതൽ സ്പോൺസർഷിപ്പ് നൽകുന്ന കാണാൻ പറ്റും, പാട്രണൈസേഷൻ നൽകുന്ന കാണാൻ പറ്റും. അപ്പൊ അതും ഈ ഒരു ബുദ്ധമതം സ്പ്രെഡ് ആവാൻ വൺ ഓഫ് ദ റീസൺ ആയിട്ട് പറയാം. പക്ഷെ എന്തായാലും ശരി, മൗര്യൻസിന്റെ തകർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു പോസ്റ്റ് മൗര്യ പീരീഡ് ഓൺവേർഡ്സ് ഈ ബുദ്ധമതത്തിന്റെ പോപ്പുലാരിറ്റി സ്റ്റാർട്ടഡ് ടു ഡിക്ലൈൻ. അല്ല, എന്തുകൊണ്ട് ബുദ്ധമതം ഡിക്ലൈൻ ചെയ്തു? ഒരു മിഡീവലിലേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അന്ന് ഒരു പോപ്പുലർ ആയിട്ടുള്ള മതമേ അല്ല, ഒരു സെക്ടേ അല്ല ബുദ്ധമതം. തുടക്കത്തിൽ ഉണ്ടാകുന്ന അത്രയും പോപ്പുലർ പോപ്പുലാരിറ്റി ഒന്നും പിന്നീട് ബുദ്ധമതത്തിന് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ബുദ്ധമതം ഡിക്ലൈൻ ആയി പോയത്? വൺ സച്ച് റീസൺ വാസ് ബ്രാഹ്മണിക്കൽ റിഫോർമേഷൻ. പോസ്റ്റ് മൗര്യ കാലഘട്ടത്തിൽ, മൗര്യൻസിന്റെ തകർച്ചയ്ക്ക് ശേഷം പോസ്റ്റ് മൗര്യ കാലഘട്ടം വന്നപ്പോൾ വീണ്ടും ബ്രാഹ്മിൺസിന്റെ ഡോമിനേഷൻ കൂടാൻ തുടങ്ങി. വീണ്ടും ബ്രാഹ്മണിക്കൽ കിങ്ഡംസ് വരാൻ തുടങ്ങി. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ശുംഗ കിങ്ഡം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പുഷ്യമിത്ര ശുംഗയുടെ ശുംഗ എംപയർ ഒരു ബ്രാഹ്മണിക്കൽ കിങ്ഡം ആയിരുന്നു. പിന്നെ കൻവ കിങ്ഡം, സതവാഹനാസ്, ചേദീസ്, ഇവരെല്ലാം ബ്രാഹ്മണിക്കൽ കിങ്ഡംസ് ആണ്. അത് ഹിന്ദുമതം പോപ്പുലറൈസ് ചെയ്യുന്ന കിങ്ഡംസ് ആയിരുന്നു ഇവരെല്ലാവരും. അപ്പൊ ഹിന്ദുമതത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടിയപ്പോൾ ബ്രാഹ്മിൺസിന്റെ പവർ കൂടി. പണ്ട് നിർത്തിവെച്ചിരുന്ന വേദിക് കൾച്ചേഴ്സ് വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും റിച്വൽസ് കൂടുന്നു, സാക്രിഫൈസസ് കൂടുന്നു. യൂസ് ഓഫ് സാൻസ്ക്രിറ്റ്, സംസ്കൃതം കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നു പോസ്റ്റ് മൗര്യ പീരീഡ് ഓൺവേർഡ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദുമതം പോപ്പുലറായി തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ബുദ്ധമതവും ജൈനമതവും എന്താവാൻ തുടങ്ങി? തകരാനും തുടങ്ങുന്നുണ്ട്. ബിക്കോസ് ഓഫ് ദിസ് ബ്രാഹ്മണിക്കൽ റിഫോർമേഷൻ ആൻഡ് they gave up the use of Pali and took Sanskrit. അല്ലെ, സംസ്കൃതം കൂടുതലായിട്ട് പോപ്പുലർ ആകാൻ തുടങ്ങുന്നു. സംസ്കൃതം എല്ലാവർക്കും അറിയുന്നൊരു ഭാഷയായിരുന്നില്ല. ലാംഗ്വേജ് ഓഫ് മാസസ് അല്ല സാൻസ്ക്രിറ്റ് ആ കാലഘട്ടത്തിൽ. ഓക്കെ, അന്ന് പാലിയും പ്രാകൃതമൊക്കെയാണ്. അപ്പൊ അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് പതുക്കെ ആൾക്കാർ ഈ ഒരു ഫിലോസഫിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു. അതുപോലെ ഐഡൽ വർഷിപ്പ് ആരംഭിക്കുന്നു. അതുപോലെ ഓഫറിങ്സ്, ഡിവോട്ടീസിന്റെ കയ്യിൽ നിന്ന് ഓഫറിങ്സ് മേടിക്കുന്നു. ഇതൊന്നും ശരിക്കും ബുദ്ധമതത്തിലുള്ള ഫിലോസഫീസ് അല്ല. ഐഡൽ വർഷിപ്പ് പോലും ബുദ്ധമതത്തിൽ ഇല്ലാത്തൊരു കോൺസെപ്റ്റ് ആയിരുന്നു. അത് പിന്നീടാണ് വന്നു തുടങ്ങിയത് പോസ്റ്റ് മൗര്യ പീരീഡ് ഓൺവേർഡ്സ്. അപ്പൊ സ്വാഭാവികമായിട്ടും ദ ഒറിജിനൽ ഐഡിയാസിൽ നിന്നും ബുദ്ധമതം മാറി തുടങ്ങി എന്ന് മനസ്സിലാവുന്നു ആൾക്കാർക്ക്. ഓക്കെ, അതും ഈ ഒരു ബുദ്ധമതത്തിന്റെ തകർച്ചയുടെ വൺ ഓഫ് ദി റീസൺ ആയിട്ട് പറയാം. പിന്നെ ബുദ്ധിസ്റ്റ് സംഘയുടെ കേസ് പറയുകയാണെങ്കിൽ സംഘ ബിക്കെയിം എ സെന്റർ ഓഫ് കറപ്ഷൻ.
ബുദ്ധിസ്റ്റ് സംഘ ആയിരുന്നു വൺ ഓഫ് ദി പ്രോമിനന്റ് എലമെന്റ് ഓഫ് ബുദ്ധിസം. ബുദ്ധ, ധമ്മ, സംഘ, ദ ത്രീ രത്നാസ് ഓഫ് ബുദ്ധിസം ആയിട്ടാ പറയുന്നത് അല്ലേ. അപ്പൊ സംഘയാണ് കൂടുതലും ഈ ഒരു സെക്ട് പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ സംഘ ബിക്കം മോർ കറപ്റ്റഡ്. കറപ്ഷൻസ് കൂടാൻ തുടങ്ങി സംഘ എന്നൊരു ആ ഓർഗനൈസേഷൻ അകത്ത് തന്നെ. ഓക്കെ, അതുപോലെ വജ്രായണ ഫോം ഓഫ് ബുദ്ധിസം ബുദ്ധമതത്തിൽ എമേർജ് ആവാൻ തുടങ്ങി. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. കൂടുതൽ റിച്വൽസ്, സാക്രിഫൈസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അത് വജ്രായണ ഫെയ്ത്ത് വന്നപ്പോൾ ശരിക്കും ഹിന്ദു മതവുമായിട്ട് യാതൊരു ഡിഫറൻസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറി ബുദ്ധമതം. വജ്രായണ ഫെയ്ത്ത് വന്നപ്പോൾ തന്നെ ഹിന്ദുയിസവുമായിട്ട് ഒരുപാട് സിമിലർ ആയിട്ട് മാറാൻ തുടങ്ങി. ബുദ്ധമതം ആ ഒരു ഡിഫറൻസ് അവിടെ കീപ്പ് ചെയ്യാതെ വന്നു. അതും ബുദ്ധമതത്തിന്റെ ഒരു ഡിഫക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെ വിമനെ കൂടി സംഘയിലേക്ക് എൻട്രി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് വീണ്ടും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചു. പണ്ട് ഈ സെലിബസി മെയിൻറ്റെയിൻ ചെയ്ത സന്യാസിമാരൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ബ്രേക്കായി. ദിസ് വിമൻ വാസ് കൺസിഡർഡ് ആസ് ഒബ്ജക്ട്സ് ഓഫ് ലസ്റ്റ്. ഓക്കെ, ആൻഡ് ഓൾസോ ദ ഡിക്ലൈൻ ഓഫ് മൗര്യൻ എംപയർ ഫെസിലിറ്റേറ്റഡ് ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം. ഇങ്ങനെ മൾട്ടിപ്പിൾ ആസ്പെക്റ്റിലുണ്ട്, മൾട്ടിപ്പിൾ കോസസ് ഉണ്ട് ഈ ബുദ്ധമതം തകരാനായിട്ട്. ഇതിന്റെ എല്ലാവരും ക്യുമുലേറ്റീവ് എഫക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ബുദ്ധമതത്തിന്റെ തകർച്ച പറയാം. നോക്കുക, ബുദ്ധമതം സ്ട്രോങ് ആയിട്ട് നിന്ന കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു ലേറ്റർ വേദിക് കാലഘട്ടം. അപ്പോഴാണല്ലോ ബുദ്ധമതം സ്റ്റാർട്ട് ചെയ്യാം. ആ ലേറ്റർ വേദിക് കാലഘട്ടം, പിന്നെ മഹാജനപദ പീരീഡില് മഗധയുടെ ഒക്കെ കാലഘട്ടം. ഓക്കെ, അപ് ടു മൗര്യൻസ് വരെ. മൗര്യൻ എംപയറിൽ ആ മൗര്യൻ എംപയർ തകരുന്നവരെ, മൗര്യൻ എംപയർ എപ്പോഴാണ് ഏകദേശം 2nd century BC. അപ്പൊ ആ കാലഘട്ടം വരെ ഈ ഒരു നമ്മുടെ ബുദ്ധിസം കുറച്ച് പോപ്പുലർ ആയിരുന്നു. പക്ഷെ പോസ്റ്റ് മൗര്യ പീരീഡ് ഓൺവേർഡ്സ്, 2nd century BC ഓൺവേർഡ്സ് ഒരുപാട് രാജാക്കന്മാരെ പിന്നീട് പാട്രണൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് ബുദ്ധമതം അധികം എത്തുന്നില്ല. അപ്പൊ പോസ്റ്റ് മൗര്യ പീരീഡ് ഓൺവേർഡ്സ്, പോസ്റ്റ് മൗര്യ, ഗുപ്ത, പോസ്റ്റ് ഗുപ്ത, മിഡീവൽ, ഈ കാലഘട്ടങ്ങളൊന്നും ചില രാജാക്കന്മാരെ പോപ്പുലറൈസ് ചെയ്യുന്നതല്ലാതെ ജനങ്ങളിലേക്ക്, സാധാരണക്കാരിലേക്ക് ഈ ഒരു സെക്ട് എത്തിയിട്ടില്ല. അങ്ങനെയാണ് പോസ്റ്റ് മൗര്യ പീരീഡ് ഓൺവേർഡ്സ് ബുദ്ധമതം തകരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ചത് ബുദ്ധമതമാണ്. 2 വീഡിയോസിലായിട്ടാണ് നമ്മൾ 2 ഫേസസിലായിട്ടാണ് നമ്മൾ ബുദ്ധമതം ഡിസ്കസ് ചെയ്തത്. ബുദ്ധമതം പാർട്ട് 1 ഫിലോസഫീസും സെക്ടുകളെ കുറിച്ചും ജസ്റ്റ് ഒരു ഐഡിയ തന്നു. രണ്ടാമത്തെ സെക്ടുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോയി ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ദ കോസസ് ഫോർ ദി ഡിക്ലൈൻ ആൻഡ് ദ പോപ്പുലാരിറ്റി ഓഫ് ബുദ്ധിസം ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ നമുക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.